നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങളുടെ പിതാവ് അറിയുന്നു. അപ്പൊ എന്ത് വേണം? നമ്മൾ ഇന്നലെ പറഞ്ഞില്ലേ, കൊച്ചി ഇന്നത് വേണം, ഇന്നത് വേണം, ഇന്നത് വേണം, ഇന്നത് വേണം, എനിക്ക് ഇത് വേണം, 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 ഇത് വേണം എന്ന് പറയുന്നതിന് പകരം, പിതാവേ അങ്ങേക്കറിയാലോ എനിക്ക് എന്താ വേണ്ടതെന്ന്. കഴിഞ്ഞു. ഞാൻ പണ്ടൊക്കെ ഞാനും ഇങ്ങനെ എണ്ണിപ്പിറക്കി കുറേ കാര്യങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പം അങ്ങനെ ഒരു ദിവസം വളരെ നാൾ മുമ്പുണ്ടോ ഇങ്ങനെ കുറേ പ്രാർത്ഥന, 1 മണിക്കൂറോളം ഞാനിങ്ങനെ വായ അടയ്ക്കാതെ പറഞ്ഞ് അത് കഴിഞ്ഞ് അത് ഇത് ആ പ്രശ്നം, ഈ പ്രശ്നം, ഈ പ്രശ്നം, ആ പ്രശ്നം, ഈ പ്രശ്നം, ഇതൊക്കെ പറഞ്ഞ് അത് കേട്ട് പിതാരപുത്രൻ്റെ പൈസ നാമത്തിൽ പറഞ്ഞ് ഞാൻ അങ്ങോട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ എൻ്റെ ഒരു പള്ളിയിലാണ് കേട്ടോ, ഒരു നോർത്ത് ഇന്ത്യയിൽ വെച്ചിട്ടാണ്. പള്ളിയിൽ ആരും ഉണ്ടായില്ല, അതുകൊണ്ടാണ് ഇത്ര ഒച്ചയിലൊക്കെ പ്രാർത്ഥിച്ചത്. പക്ഷേ ഞാനങ്ങ് പള്ളിയിൽ നിന്ന് ഇറങ്ങാറാവുമ്പോൾ ഒരൊച്ച, തോമസ് തോമസ്. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ആരെയും കാണാനില്ല. അപ്പം എനിക്ക് മനസ്സിലായി ഈശോ തന്നെ എന്നെ വിളിക്കുന്നതാണ്. ഞാൻ ഉടനെ ഓടിച്ചെന്ന്. അപ്പം ഞാൻ അധികവും ഇങ്ങനെ സാഷ്ടാംഗം വീണ് കിടന്ന് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അതായിരുന്നു എൻ്റെ ഒരു സ്റ്റൈല്. സാഷ്ടാംഗം വീണ് കിടന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കും. എനിക്ക് അതാണ് ഏറ്റവും, ഞാൻ പറഞ്ഞില്ല, ഓരോരുത്തർക്കും ഒരു സ്റ്റൈലാണ്. ഓരോരുത്തർക്കും ഒരു, എനിക്കിങ്ങനെ സാഷ്ടാംഗം, ഞാൻ ഉടനെ ചെന്ന് അവിടെ സാഷ്ടാംഗം വീണ്, കർത്താവേ എന്നോട് സംസാരിച്ചാലും. അപ്പം എന്നോട് പറയാണ്, നീ ഈ 1 മണിക്കൂർ നേരം പറഞ്ഞ കാര്യങ്ങളെല്ലാം എനിക്കറിയാമായിരുന്നല്ലോ. മനസ്സിലായോ? കാര്യം മനസ്സിലായോ? കർത്താവ് പറയാണ്, നീ 1 മണിക്കൂർ നേരം എന്നോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം എനിക്ക് അറിയാമായിരുന്നു. ഓഹോ, അത് തീർന്നേക്ക് മുമ്പ് പറയാണ്, അതിൻ്റെ എല്ലാത്തിൻ്റെയും ഉത്തരവും എനിക്കറിയാമെന്ന്, അതിൻ്റെ എല്ലാത്തിൻ്റെയും പരിഹാരവും എനിക്കറിയാമെന്ന്. എടോ എന്നാൽ അതിങ്ങോട്ട് വേഗം പറയും. ഇതായിരുന്നു നീ ആദ്യം ചോദിക്കേണ്ടിയിരുന്നത്. മനസ്സിലായോ? അപ്പം നമ്മൾ എന്ത് പറയണമായിരുന്നു? കർത്താവേ എൻ്റെ കാര്യമെല്ലാം നിനക്ക് അറിയാലോ, എന്താണ് ഇതിൻ്റെ പരിഹാരം, അതിങ്ങോട്ട് പറഞ്ഞതായോ. ഞാൻ ശരിക്കും നമ്മുടെ മലയാളത്തിൽ പറഞ്ഞാൽ ചമ്മിപ്പോയി. അന്നത്തോടെ എൻ്റെ ഈ അതിഭാഷണം നിർത്തി, എന്നേക്കുമായിട്ട്. ഈ 1 മണിക്കൂർ ഞാൻ അതിഭാഷണം പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒറ്റ വാക്യത്തിൽ എനിക്ക് പറയാം, കർത്താവേ അങ്ങേക്കെല്ലാം അറിയാലോ, ഞാൻ എങ്ങനെ മുന്നോട്ട് പോകണം, എന്ത് ചെയ്യണം, അതിന് എന്നോട് പറയും. എന്നിട്ട് ശാന്തമായിരിക്കണം. നമ്മുടെ അകത്ത് കുറേ ആശയങ്ങൾ കൊണ്ടുവരരുത്. ശാന്തമായിട്ട് ശ്രവിക്കണം, ശാന്തമാകണം. ശാന്തതയിലേ ദൈവത്തെ ശ്രവിക്കാൻ പറ്റുള്ളൂ. അതാണ് ആ ശാന്തതയിൽ ഇങ്ങനെ ഈശോയുടെ സ്വരം കേൾക്കാൻ പറ്റും. എൻ്റെ വിനീതമായ അഭിപ്രായം, എല്ലാവർക്കും ഈശോയുടെ സ്വരം കേൾക്കാമെന്നാണ്. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ ഫൈൻ ട്യൂണിങ്. ഇപ്പോൾ ഒരു റേഡിയോ, നമ്മൾ റേഡിയോ ഉപയോഗിക്കുന്നില്ലേ, റേഡിയോ ആകാശവാണി തിരുവനന്തപുരം, പക്ഷേ നിറച്ചേക്കാൻ ഒരു ക്ലിയർ ആവണില്ല. അപ്പോൾ നമ്മളെന്ത് ചെയ്യും? നമ്മൾ ആ ചക്രം പിടിച്ചൊന്ന് പതുക്കനെ തിരിക്കും. അപ്പോഴും അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അടുത്ത് വേറൊരു ബട്ടണുണ്ട്, എന്താണ്? ഫൈൻ ട്യൂണിങ്. ആ ഫൈൻ ട്യൂൺ ചെയ്ത് കറക്റ്റ് ആ ബാൻഡ് കിട്ടിക്കഴിഞ്ഞു. ആകാശവാണി തിരുവനന്തപുരം, വളരെ ക്ലിയർ. അപ്പോൾ ഈ ആകാശവാണി എല്ലാവർക്കും പ്രക്ഷേപണം ചെയ്തുകൊണ്ടിരിക്കുക, എല്ലാവർക്കും കേൾക്കാതെ. പക്ഷെ നമ്മുടെ റിസീവർ സെറ്റ് നമ്മൾ ആ ബാൻഡ് വിഡ്ത്തുമായിട്ട് സെറ്റ് ചെയ്യണ്ടേ? നമുക്ക് ഓരോരുത്തരും ഒരു റിസീവർ സെറ്റാണ്. ആരുമായിട്ട്? ദൈവപിതാവിന് ആരോടൊരു പക്ഷപാതമില്ല.
ദൈവപിതാവ് എല്ലാവരോടും, ആകാശവാണി ദൈവപിതാവ്, ഇത് പിതാവിൻ്റെ ആകാശവാണിയാണ്. ആകാശവാണി എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? വാണി എന്ന് പറഞ്ഞാൽ ശബ്ദമാണ്, ദൈവത്തിൻ്റെ ശബ്ദം. ഈ ദൈവത്തിൻ്റെ ശബ്ദം എല്ലാവർക്കും കേൾക്കാവുന്നതാണ്. പക്ഷേ നമ്മുടെ റിസീവർ സെറ്റ് അതുപോലെ ട്യൂൺ ചെയ്യണം. റിസീവർ സെറ്റ് ട്യൂൺ ചെയ്യണം. അങ്ങനെ നമ്മൾ റിസീവർ സെറ്റ് ട്യൂൺ ചെയ്യുമ്പോൾ അതാണ് പ്രാർത്ഥനയ്ക്ക് ഉണ്ടാകേണ്ട. പ്രാർത്ഥന അങ്ങോട്ട് നമ്മൾ പറയണത് മാത്രമല്ല, പ്രാർത്ഥന ഇങ്ങോട്ട് കേൾക്കുന്നത് കൂടി പ്രാർത്ഥനയാണ്. എൻ്റെ പ്രാർത്ഥനയിലുണ്ടായ ഏറ്റവും വലിയൊരു കണ്ടുപിടുത്തം അതാണ്. എൻ്റെ കയ്യിൽ എല്ലാ ദിവസവും ഞാൻ ദൈവത്തെ ശ്രവിച്ചിട്ട് കർത്താവ് പറയണത് ഞാൻ എഴുതി വയ്ക്കും. എന്നിട്ട് അതിൻ്റെ താഴെ ഞാൻ എൻ്റെ വക ഒന്ന് കൂട്ടിച്ചേർക്കും. ഐ ബിലീവ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞത് സംഭവിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പീരീഡ്. ഇറ്റ് ഈസ് ഡൺ. അപ്പോൾ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ നമുക്കുണ്ടാകേണ്ട വളർച്ച ഇതാണ്. ഞാനും വളർച്ചയില്ലാതിരുന്നൊരു കാലഘട്ടത്തിൽ കുറേ ഇങ്ങനെ പറഞ്ഞു പക്ഷേ പിന്നെ വളർച്ചയിൽ വന്നു എന്ന് പറഞ്ഞാൽ 1 മണിക്കൂർ പറപറാന്ന് പറഞ്ഞതെല്ലാം ഒറ്റ സെൻറ്റൻസിൽ സാംശീകരിച്ച്, കർത്താവേ നിനക്ക് എൻ്റെ കാര്യങ്ങളെല്ലാം അറിയാമല്ലോ, ഇതിൻ്റെ പരിഹാരവും നിനക്കറിയാമല്ലോ, അതെന്താണ് ചെയ്യേണ്ടതെന്ന് എന്നോട് പറയും. എന്നിട്ട് ശാന്തമായി ഇരിക്കണം. പിന്നെ നമ്മുടെ മെക്കാനിസം അങ്ങനെ ചെയ്യട്ടെ ഇങ്ങനെ ചെയ്യട്ടെ എന്നൊന്നും പറയരുത്. കർത്താവ് ഇങ്ങോട്ട് പറയും, ആ പറയണത് കേൾക്കുക. അത് പ്രാർത്ഥനയാണ്. അത് എഴുതി വയ്ക്കുക. കുറച്ച് ദിവസം കഴിയുമ്പോൾ മനസ്സിലാവും ആ എഴുതിയതെല്ലാം സംഭവിച്ചു കഴിഞ്ഞിരിക്കണം. പ്രൈസ് ദ ലോർഡ്. ഇപ്പോൾ ഇതുപോലെ ഒരു ധ്യാന കേന്ദ്രം ഏതെങ്കിലും ഡയസിസിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രസ്ഥാനമോ മുൻകൂട്ടി പ്ലാൻ ചെയ്തുണ്ടാക്കിയതാണോ? സമയാസമയത്തിന് പരിശുദ്ധാത്മാവ് അച്ഛനോടും അച്ഛൻ്റെ കൂടെയുള്ള പലരോടും സംസാരിച്ചു. അത് കേട്ടോ ഇല്ലയോ? അത് കേട്ടത് എഴുതി വെച്ച് കാണും. അതനുസരിച്ച് അതുപോലെ കാര്യങ്ങൾ ചെയ്തു. ഇതിങ്ങനെയാകുമെന്ന് 20 വർഷം മുമ്പ് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ആരെങ്കിലും പ്രോജക്റ്റ് പ്ലാൻ ചെയ്തിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മുടെ ബുദ്ധിക്ക് അതീതമായ കാര്യങ്ങൾ ദൈവം നമ്മളിലൂടെ നടത്തുന്നത് നമ്മളങ്ങ് പടിപടിയായിട്ടങ്ങ് പോയാൽ മതി. ഇന്ന് പറയണത് ഇന്ന് ചെയ്യുക, നാളെ ചെയ്യാനുള്ളത് നാളെ പറഞ്ഞു തരും. അപ്പോൾ ഇതാണ് പ്രാർത്ഥനയുടെ അതാണ് ഈശോ പറഞ്ഞതിൻ്റെ അർത്ഥം. നിങ്ങളുടെ അതിഭാഷണം മൂലം നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമെന്ന് വിചാരിക്കണം. അത് വിജാതീയരാണ്. നിങ്ങൾ വിജാതീയരല്ല. നിങ്ങൾ ത്രിത്വൈക ദൈവം വസിക്കുന്ന പുതിയ ഉടമ്പടിയിലെ ദൈവമക്കളാണ്. നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് എൻ്റെ പിതാവിനറിയാം. ഞാനൊരു ഉദാഹരണം പറയുകയാണ്. ഇപ്പോൾ എൻ്റെ കയ്യിൽ യൂറോപ്പിലേക്കുള്ള ഒരു വിസയുണ്ട്. ഇത് വളരെ അപൂർവ ആളുകൾക്കുള്ള വിസയാണ്. ലൈഫ് ലോങ് വിസയാണ് എൻ്റെ അടുത്തുള്ളത്. ലൈഫ് ലോങ്. ഞാനിവിടെ ഇമിഗ്രേഷനിലൊക്കെ ചെല്ലുമ്പോൾ ഈ വിസ കണ്ടിട്ട് ഇതിനകത്ത് ഡേറ്റ് ഇല്ലല്ലോ. അപ്പം ഞാനൊന്ന് ചിരിക്കും. ആ എഴുതിയേക്കണത് എന്താണെന്ന് മനസ്സിലായോ? ഇത് ഡേറ്റ് ഇല്ല എന്ന് പറഞ്ഞാൽ ഇത് അനന്തതയാണ്. അയാൾ എന്നെ ഒരു സെല്യൂട്ട് ചെയ്ത് അകത്തേക്ക് വിടും. ഒരു സുവിശേഷ വേലക്കാരന് ഇങ്ങനൊരു വിസ കിട്ടണോ? അപ്പം ഞാനൊരു കാലത്ത് വിസയ്ക്ക് വേണ്ടി ഭയങ്കര ബുദ്ധിമുട്ടുള്ളപ്പോൾ കർത്താവ് പറഞ്ഞു, നിനക്ക് ഞാൻ ജർമ്മനിയിൽ നിന്ന് വിസ തരും. യെസ്, ഞാൻ കേട്ടു, ഞാൻ എഴുതി വെച്ചു. ഇനി ഞാൻ വിശ്വസിക്കുകയാണ് ഇത് സംഭവിക്കും. ഞാൻ ആ ബോധ്യത്തിൽ തിരിച്ച് നാട്ടിലോട്ട് പോന്നു. എൻ്റെ കാലാവധി കഴിഞ്ഞു. ഇനി എനിക്ക് ജർമ്മനി, അപ്പോൾ ഞാൻ ഓസ്ട്രിയൻ വിസയിലായിരുന്നു. ഇവിടെ വന്നു. ഞങ്ങളുടെ ടീമിൽ ഞങ്ങളിങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. കർത്താവേ നീ തരുമെന്ന് പറഞ്ഞു, വിശ്വസിക്കുന്നു. നീ എങ്ങനെയാണ് അതിനെ ഞങ്ങൾ പ്രൊസീഡ് ചെയ്യേണ്ടത്? അങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കെ
എന്നോട് പറയുകയാണ്, ഇന്ന വർഷം ഇന്ന സ്ഥലത്ത് നീ ഒരു ധ്യാനം നടത്തിയില്ലേ, അവിടെ നിൻ്റെ അടുത്തൊരു പെണ്ണ് വന്ന് പറഞ്ഞില്ലേ എന്തെങ്കിലും സഹായം വേണമെന്നുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതിയെന്ന്. അവൾ വിസ ഓഫീസിൽ ജോലി ചെയ്യണ പെണ്ണാ. ആ ഭാഗത്തുള്ള റിട്രീറ്റ് ഓർഗനൈസർ, ഒരു ജർമ്മൻ ഓർഗനൈസർ ഉണ്ട്, അവനൊരു മെസ്സേജ് അയക്കി അവളെ കോണ്ടാക്ട് ചെയ്യാൻ. എന്നിട്ട് അവളോട് ചോദിക്ക് എങ്ങനെയാണ് ഈ 5 വർഷത്തെ വിസ എനിക്ക് കിട്ടേണ്ടതെന്ന്. അവളെല്ലാം പറഞ്ഞുതരും. സാധാരണഗതിയിൽ ഈ ഓർഗനൈസറെ ഞാനൊരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഒരു ആഴ്ചയൊക്കെ കഴിഞ്ഞിട്ടാണ്. അപ്പോൾ അന്നൊന്നും ഇത്രയും ഇൻ്റർനെറ്റും ഇതൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എൻ്റെ കയ്യിലൊരു സൂത്രം അന്നും ഉണ്ടായിരുന്നു, ഇന്നുള്ള മാതിരത്തെ ഈ പലക. അപ്പോൾ എല്ലാവരും ചോദിക്കും, ഈ ബ്രദർ ഈ സ്ലേറ്റുമ്പോൾ എന്താ ചെയ്യണേന്ന്. ഒരു സ്ലേറ്റ് മാതിരി ഒരു സാധനം, അതിൽ ഞാനിങ്ങനെ കുത്തി. അപ്പോൾ ഞാനൊരു മെസ്സേജ് അയച്ചു, ഇങ്ങനെ ആ സഹോദരിയെ നീ കണ്ടുപിടിക്കണം, ഇങ്ങനെ 5 വർഷത്തെ വിസയ്ക്ക് അവൾ നമ്മളെ സഹായിക്കും. ഞങ്ങളുടെ പ്രാർത്ഥന കഴിയണേക്ക് മുമ്പ് റിപ്പോർട്ട് വന്നേക്കണു, അവരെ കണ്ടുപിടിച്ചു, അവൾ ഇന്ന സ്ഥലത്തുണ്ട്, ഇതാണ് അവളുടെ അഡ്രസ്സ്. അവളോട് ഞാൻ ഓൾറെഡി വിളിച്ച് പറഞ്ഞു. അവൾ പറഞ്ഞു അവളുടെ ബോസിനോട് ചോദിച്ചിട്ട് വിവരം അറിയിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഇനി ബാക്കിയുള്ള കാര്യം പറയാനില്ല, അത് സീക്രട്ടാണ്. വലിയ സീക്രട്ടൊന്നുമില്ല, കർത്താവ് ഇത്രയും മനസ്സിലായല്ലോ. അപ്പോൾ ഞാൻ എങ്ങനെ എനിക്ക് കിട്ടി? ശ്രവണമാണ്. ശ്രവണം എല്ലാം കർത്താവ് ക്രമീകരിച്ചു തരുന്നു എന്നുള്ളതാണ്. എല്ലാം കർത്താവ് ക്രമീകരിക്കുന്നു. നമ്മൾ ശ്രവണത്തിലൂടെയാണ് പ്രാർത്ഥനയുടെ ഉന്നത തലത്തിലേക്ക് പോകേണ്ടത്. ഇപ്പോൾ കൊച്ചു ത്രേസ്യ കന്യാസ്ത്രീമാർക്ക് ഭയങ്കര പ്രിയപ്പെട്ടത്. കൊച്ചു ത്രേസ്യ പറയും, നിങ്ങൾ ദൈവത്തെക്കുറിച്ച് സംസാരിക്കുന്നു കേട്ടോ. നിങ്ങൾ ഇപ്പം നമ്മളൊക്കെ വചനപ്രഘോഷകരല്ലേ, നിങ്ങൾ ദൈവത്തെക്കുറിച്ച് സംസാരിക്കുന്നു, ഞാൻ ദൈവത്തിനോട് സംസാരിക്കുന്നു. ഇത്രേ വ്യത്യാസമുള്ളൂ. എന്താ വ്യത്യാസം നോക്കിയേ? നിങ്ങൾ രാപകല്ലാണ്ട് ദൈവത്തെക്കുറിച്ച് സംസാരിക്കുന്നു, ഞാൻ രാപകല്ലാണ്ട് ദൈവത്തോട് സംസാരിക്കുന്നു. പ്രാർത്ഥന എന്ന് പറയുന്നതിൻ്റെ വലിയൊരു തലം അതാണ്. അപ്പോൾ നമ്മൾ കുറേയും കൂടി സമയം ദൈവത്തോട് സംസാരിക്കണം. ദൈവത്തോട് സംസാരിക്കുമ്പോൾ ഇപ്പോൾ വേറൊരു ഉദാഹരണം, എളുപ്പം മനസ്സിലാവുന്ന ഒരു ഉദാഹരണം ഉണ്ട്. ഞാൻ ഒരു ദിവസം വെളുപ്പിന് ഇങ്ങനെ